മനോരമ അധോലോകത്തിലെ ദാമോദർജിയായി സാക്ഷാൽ സുജിത് നായർക്ക് പ്രൊമോഷൻ കിട്ടിയ വിവരം സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഇന്നത്തെ മനോരമയിൽ പ്രത്യക്ഷപ്പെട്ട തകർപ്പൻ എക്സ്ക്ലൂസീവ് സൃഷ്ടിയിലൂടെയാണ് അദ്ദേഹം ഈ പുരസ്കാര ലബ്ധിയിലേക്ക് ഉയരുന്നത്. മദ്യനയം, പുറത്ത് സ്മോൾ അകത്ത് ലാർജ്, വിവാദത്തിൽ CPM, ഇതാണ് തലക്കെട്ട്. ഇൻട്രോ ഇങ്ങനെയാണ്: മദ്യനയ രൂപീകരണത്തിന് പിന്നിൽ അഴിമതിക്ക് നീക്കം നടന്നെന്ന ആക്ഷേപത്തിന് പുറമെ CPM ഗൗരവം കൊടുക്കുന്നില്ലെങ്കിലും അകത്ത് അതല്ല സ്ഥിതി. അത് വായിച്ചാൽ നാം എന്തു മനസ്സിലാക്കും? CPMനകത്ത് ഇക്കാര്യം ഗൗരവത്തോടെയാണ് പരിശോധിക്കുന്നത് എന്നല്ലേ? ബാക്കി വാചകങ്ങൾ അതേക്കുറിച്ചാവുമെന്നാണ് നാം ധരിക്കുക. രണ്ടാം വാചകം നോക്കാം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഭരണകൂടം തന്നെ ആടിയുലഞ്ഞ വർത്തമാന ചിത്രം പാർട്ടിക്ക് മുന്നിലുണ്ട്. പ്ലോട്ടിലേക്ക് കേജ്രിവാളിനെ ആവാഹിച്ചെടുക്കുകയാണ് ദാമോദർജി. ഡൽഹി ഭരണകൂടം ആടി ഉലഞ്ഞത്രേ. കോപ്പാണ് നടന്നതെന്ന് നമുക്കറിയാം. ED കൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യിച്ചു. പുള്ളി ജയിലിലിരുന്ന് തലസ്ഥാനം ഭരിച്ചു. ജാമ്യം കിട്ടി പുറത്തിറങ്ങി പതിവിന് രൂക്ഷമായി വിമർശന യുദ്ധം തുടരുന്നു. ഇനി കേസിന്റെ വിശദാംശങ്ങൾ താരതമ്യം ചെയ്താലും അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അത്തരം യുക്തിയൊന്നും ദാമോദർജിയെ ബാധിക്കുന്നതല്ലെന്ന് നമുക്കറിയാം, ജിക്കും അറിയാം. അപ്പോൾ CPMനകത്ത് എന്തോ ഗൗരവം ഇരമ്പുന്നുണ്ടെന്നാണല്ലോ ഇൻട്രോയിലെ വെളിപ്പെടുത്തൽ. അതേക്കുറിച്ച് ആവണമല്ലോ അടുത്ത പാരഗ്രാഫ്. മൊത്തത്തിൽ ഒന്ന് വായിക്കാം. മദ്യവർജനമാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും നയമെങ്കിലും പ്രയോഗത്തിൽ വിപരീതമാണെന്ന ആക്ഷേപം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ CPM നേരിടുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ പൂട്ടിയ ബാറുകൾ തുറന്നു കൊടുത്തത് മുതൽ ഇത് പ്രകടം. മദ്യത്തിന്റെ കാര്യത്തിൽ കടുംപിടുത്തം സർക്കാരിന്റെ നയമല്ല. ഇൻട്രോയിൽ പറഞ്ഞ CPMന്റെ അകത്ത് പുകയുന്ന ഗൗരവത്തെക്കുറിച്ച് ഒരു പരാമർശവും ഇവിടെയും ഇല്ല. അടുത്ത പാരഗ്രാഫിൽ കാണുമായിരിക്കും, നോക്കാം. മദ്യനയം പ്രഖ്യാപിക്കാനിരിക്കെ കൂടുതൽ ഇളവുകൾക്കും ആനുകൂല്യങ്ങൾക്കു വേണ്ടിയുമുള്ള കളമൊരുക്കലാണോ നടക്കുന്നതെന്ന ചോദ്യം അതുകൊണ്ടുകൂടിയാണ് ഉയരുന്നത്. വ്യക്തിപരമായി തനിക്കൊന്നും ഒളിക്കാനില്ല എന്നതുകൊണ്ട് തന്നെ ഉയർന്നു വന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് മുൻകൈ എടുക്കാൻ മന്ത്രി MB രാജേഷ് സന്നദ്ധനായി. മുൻ മന്ത്രി കൂടിയായ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എക്സൈസ് വകുപ്പിനെ ശക്തമായി ന്യായീകരിക്കുകയും ചെയ്തു. മന്ത്രി രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമല്ല. ആരോപണത്തിന്മേൽ അന്വേഷണത്തിന് മന്ത്രി സന്നദ്ധനായി. കാരണം വ്യക്തിപരമായി അദ്ദേഹത്തിനൊന്നും ഒളിക്കാനില്ല. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് എക്സൈസ് വകുപ്പിനെ ശക്തമായി ന്യായീകരിക്കുകയും ചെയ്തു. ശക്തമായി എന്ന വാക്ക് അമർത്തിയും അടിവരയിട്ടും വായിക്കണം. ഇതാണല്ലോ CPMനുള്ളിൽ പ്രകമ്പനം കൊള്ളുന്ന ആ ഗൗരവം. ദാമോദർജിയുടെ ഡയലോഗ് വായിച്ചാൽ തോന്നുക എന്തോ വലിയ അഴിമതി ആരോപണം ഉയർന്നു, അതേക്കുറിച്ച് അന്വേഷിക്കാനാണ് മന്ത്രി തയ്യാറായത് എന്നാണല്ലോ. മദ്യനയത്തിന്റെ പേരിൽ വ്യാജ പ്രചരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നാണ് ദേശാഭിമാനിയുടെ ലീഡ്. അതിൽ മന്ത്രി DGPക്ക് നൽകിയ പരാതിയിലെ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മദ്യനയത്തിന്റെ പേരിൽ സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടക്കുന്നു, അതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയമുണ്ട്, അത് അന്വേഷിക്കണം. ഇതാണ് മന്ത്രിയുടെ ആവശ്യം. ദാമോദർജിയുടെ സാഹിത്യത്തിൽ പക്ഷേ ഇതിനല്ല ഊന്നൽ. അനിലാലിന്റെ ശബ്ദ സന്ദേശത്തിന്റെ ലക്ഷ്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം പ്രത്യക്ഷപ്പെട്ടു, അത് വാർത്തയായി. തൊട്ടു പിന്നാലെ സംഗതി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. വാർത്തയും വിവാദവുമായിരുന്നു അനിലാലിന്റെ ലക്ഷ്യമെന്ന് വ്യക്തം. അനിലാൽ ഒറ്റക്കാണോ സംഘം ചേർന്നാണോ ഈ പരിപാടി ഒപ്പിച്ചത്? പിന്നിൽ ആരൊക്കെയുണ്ട്? ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു ശബ്ദ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടത്? ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു? ശബ്ദ സന്ദേശം പ്രതിഷ്ഠിതത്തിനു മുൻപും ശേഷവും സന്ദേശത്തിന്റെ ഉടമ ആരുമായിട്ടൊക്കെ ഗൂഢാലോചന നടത്തി? അവരിൽ രാഷ്ട്രീയ നേതാക്കൾ എത്ര? പത്രം ചാനൽ ലേഖകർ ആരൊക്കെ? ഇക്കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. റിപ്പോർട്ട് വരുമ്പോൾ ദാമോദർജിയുടെ സംഘത്തിലെ ആരെങ്കിലും അതിലുണ്ടാകുമോ എന്നാണ് കാര്യവിവരമുള്ളവർ ഗൗരവത്തോടെ ഇപ്പോൾ ചിന്തിക്കുന്നത്.